ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥകളെ പറ്റി ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ ടേബിളിൽ വീണെടുക്കുന്ന ചിക്കൻ പീസ് അലീന എടുത്ത് കഴിക്കുന്ന കണ്ട് സ്റ്റാൻലി അലീനെ വഴക്ക് പറയുന്നുണ്ട്. അതെടുക്കരുതെന്ന് പറഞ്ഞിട്ടും നീ എന്തിനാ അത് കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി. നല്ലൊരു പീസായതുകൊണ്ട് കളയാൻ തോന്നിയില്ലെന്നും മാത്രമല്ല തന്റെ 7ാമത്തെ വയസ്സിൽ ഇതുപോലൊരു ചിക്കൻ പീസ് തന്റെ കയ്യിൽ നിന്നും നിലത്ത് വീണിട്ടുണ്ടെന്നും അതിലെ മണ്ണ് ഊതിക്കളഞ്ഞ് താൻ കഴിച്ചിട്ടുണ്ടെന്നും അലീന പറയുന്നുണ്ട്. ഒരു കല്യാണ പാർട്ടിക്ക് മിച്ചം വന്ന ബിരിയാണി ആയിരുന്നെന്നും അന്നാണ് താൻ ആദ്യമായി ബിരിയാണി കഴിച്ചതെന്നും അലീന പറയുന്നുണ്ട്. ഇത് കേട്ട് ആൻഡപ്പനും പൗലോസും ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. സ്റ്റാൻലി അവരോട് അവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട്. ശേഷം അലീന അനാഥ കുട്ടികളുടെ വിഷമങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറഞ്ഞ് സ്റ്റാൻലി വിലക്കുന്നുണ്ട്. അതോടെ അലീന സംസാരം നിർത്തി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എങ്കിലും സ്റ്റാൻലി ഇടയ്ക്കിടയ്ക്ക് അലീനയെ നോക്കുന്നുണ്ടായിരുന്നു. തന്റെ മകൾ കടന്നുപോയ വഴികളെക്കുറിച്ച് ആലോചിച്ച് അയാൾക്ക് വിഷമം തോന്നി. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ് കേട്ടോ. മനുവാണെങ്കിൽ അലീന പോയ സങ്കടത്തിലാണ്. വൈജയന്തിയെ കടപ്പാട്ടൂര് കൊണ്ടാക്കി തിരിച്ചു കൊല്ലപ്പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് മനു. മനുവിനെ കണ്ടതും അലീന പോയതിനെ പറ്റി ചോദിക്കുന്നുണ്ട് കമല. എന്നാൽ കമലയ്ക്ക് കൃത്യമായ മറുപടിയൊന്നും കൊടുക്കുന്നില്ല മനു. ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും മനുവിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. വൈജയുടെ കടപ്പാട്ടൂർ ചെന്നിട്ടുള്ള മനോഭാവത്തെക്കുറിച്ചും അലീനയെക്കുറിച്ചുമെല്ലാം മനുവിനോട് ചോദിക്കുന്നുണ്ട് ഗംഗാധര മേനോൻ. താൻ അറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം മനു അവിടെ പറയുന്നുണ്ട്. അലീനയ്ക്ക് 12.5 പവൻ കൊടുത്തത് വൈജയന്തി പ്രശ്നം ഉണ്ടാക്കിയെന്നും മനു പറയുന്നുണ്ട്. അത് കേട്ട് കമല വൈജയന്തിയുടെ പക്ഷം ചേർന്ന് അലീനയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. അത് കേട്ട് മനുവിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവസാനം ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും പറഞ്ഞ് കമലയെ മുറിയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. കമല വൈജയന്തിയെ ഇരിക്കേറ്റാതെ നോക്കണമെന്ന് പറഞ്ഞ് ഗംഗാധര മേനോൻ ശിവശങ്കര മേനോനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ശേഷം മനുവിനോട് ബാലേന്ദ്രന്റെ നീക്കത്തെ പറ്റിയും ചോദിക്കുന്നുണ്ട് ഗംഗാധര മേനോൻ. തനിക്കതേപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലെന്ന് മനു പറയുന്നുണ്ട്. അലീന നിനക്ക് എന്തെങ്കിലും പ്രതീക്ഷ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗാധരൻ. അവൾ തന്നതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ എനിക്ക് അവളിലുണ്ടെന്ന് മനു പറയുന്നുണ്ട്. ഇതിനിടയിൽ ബാലചന്ദ്രമേനോൻ അലീനയെ വിളിക്കുന്നുണ്ട്. സ്റ്റാൻലിയുടെ പെരുമാറ്റ രീതികളെ പറ്റിയും അവിടുത്തെ കാര്യങ്ങളെ പറ്റിയെല്ലാം അലീനയോട് ചോദിച്ചറിയുന്നുണ്ട് ബാലേന്ദ്രൻ. നിനക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാൽ ഒരു വിളിപ്പാടകലെ അച്ഛനുണ്ടെന്ന് ഉറപ്പും കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അത് കേട്ടതോടെ അലീനയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ശേഷം അവൾ മനുവിനെ വിളിക്കുന്നുണ്ട്. താൻ കടപ്പാട്ടൂർ പോയിരുന്നെന്നും വൈജാന്റിയെ കൊണ്ടാക്കിയിട്ടുണ്ടെന്നും മനു പറയുന്നുണ്ട്. അലീനയുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ എങ്ങോട്ടാണ് അച്ഛൻ കൊണ്ടുപോയതെന്ന് മനുവേട്ടന് അറിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് അലീന. എന്നോടങ്ങള് ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെന്നും ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കിയെന്നും മനു പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്